ഇവിടെ കുട്ടി തൻ്റെ യാത്രയ്ക്ക് ആദ്യം സ്വീകരിച്ച പാത ഏകദേശം ഇതുപോലെയാണ്. ഇങ്ങനെ വന്നു, ദെൻ ഇങ്ങനെ പോയി. എന്നാൽ ഈ പാതയിൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഇത് ഫിനിഷിംഗ് പോയിൻറ്റുമാണെന്നിരിക്കട്ടെ. ഈ കുട്ടിക്ക് ഇങ്ങനെയും യാത്ര ചെയ്യേണ്ടി വന്നു. എന്നാൽ രണ്ടാം തവണ കുട്ടി സ്വീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ദൂരമാണ്. ഇപ്പോൾ നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഫിനിഷിംഗ് പോയിന്റിലോട്ടുള്ള ഒരു കുട്ടി ട്രാവൽ ചെയ്തിട്ടുള്ള ഏത് ദൂരത്തെയും നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. എന്നാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഫിനിഷിംഗ് പോയിന്റിലോട്ടുള്ള ഏറ്റവും നീളം കുറഞ്ഞതും ലെങ്ത് കുറഞ്ഞതും, അതായത് ഷോർട്ടസ്റ്റ് പാത്ത്, അതുപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ദൂരവുമാണ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസ് എത്ര വേണമെങ്കിലും ആവാം. സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു ഫിനിഷിംഗ് പോയിന്റിലോട്ട് ഡിസ്റ്റൻസ് എത്ര വേണമെങ്കിലും ആവാം. ഏത് രീതിയിലും കുട്ടിക്ക് യാത്ര ചെയ്യാം. എന്നാൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നത് ഡിസ്റ്റൻസിലൂടെയും ഏറ്റവും കുറച്ച് ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിലൂടെയുമാണ്. ട്രെയിൻ, എയ്റോപ്ലെയിൻ എന്നിവയെല്ലാം സഞ്ചരിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിനെ അടിസ്ഥാനത്തിലാക്കിയാണ്. അതായത് ഏറ്റവും പെട്ടെന്ന് എങ്ങനെ ഫിനിഷിംഗ് പോയിന്റിലെത്താം എന്നതനുസരിച്ചുള്ള യാത്രയാണ് ഇവ സ്വീകരിക്കുന്നത്. ഡിസ്റ്റൻസ്. The path traveled by the object during its motion is called a distance. ഏതൊരു ഒബ്ജക്റ്റും ട്രാവൽ ചെയ്യുന്ന അതിൻ്റെ മോഷൻ്റെ സമയത്ത്, അത് മോഷനിലായിരിക്കുന്ന സമയത്ത് അത് ട്രാവൽ ചെയ്യുന്ന ആ പാത്തിനെയാണ്, എത്രത്തോളം ലെങ്ത് അത് ട്രാവൽ ചെയ്തു എന്നതിനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ഏത് ഡിസ്പ്ലേസ്മെൻറ്റ്, ദ ഷോർട്ടസ്റ്റ് ആൻഡ് സ്ട്രൈറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് ഫിനിഷിംഗ് പോയിന്റ് ഓഫ് മോഷൻ. ഷോർട്ടസ്റ്റും സ്ട്രൈറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്.